സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാലമാണ്. അപ്പോൾ തന്നെ VBSകളുടെ കാലവുമാണിത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ വിഭാഗം ക്രൈസ്തവ സഭകളിലും VBSകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ വലിയ പ്രത്യേകതകളൊന്നുമില്ല. 1956 കേരളത്തിലെ ആദ്യത്തെ VBS നടക്കുന്നത്. അത് മല്ലപ്പള്ളിയിലായിരുന്നു. അതിനും 4 വർഷം മുൻപാണ് തമിഴ്നാട്ടിലെ കോവിൽപ്പെട്ടിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ VBS ആരംഭിക്കുന്നത്. അവധിക്കാലത്തെ വിദ്യാർത്ഥികൾക്ക് വേദവചനം പറഞ്ഞു കൊടുക്കുക, പാട്ടുകൾ പഠിപ്പിക്കുക, ചില ക്രാഫ്റ്റുകളൊക്കെ പഠിപ്പിക്കുക, അതിലൂടെ ദൈവവചനത്തോടുള്ള താല്പര്യത്തിലേക്ക് ബാലമനസ്സുകളെ എത്തിക്കുക എന്നുള്ളതാണ് VBSന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൽ VBSകൾ വഹിച്ച പങ്ക് വളരെ വലിയതാണ്. എല്ലാ സഭകൾക്കും സൺഡേ സ്കൂളുകൾ ഉള്ളപ്പോൾ തന്നെ പല സഭകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഒന്നിച്ച് സഹകരിക്കുവാനും ഒന്നിച്ച് പാട്ടുകൾ പാടുവാനും കഥകൾ പറയുവാനും ഒക്കെയുള്ള ഒരു അവസരമായി ഇത് മാറുകയും പരസ്പര സഹകരണത്തിന്റെ പുതിയ മേഖലകൾ അവരുടെ മുൻപിൽ തുറന്നു വെക്കുകയും ചെയ്യുന്ന കാലമാണ് VBS കാലം. ഞാനിന്ന് പറയുവാൻ പോകുന്നത് വിദ്യാർത്ഥികളുടെ VBSനെ കുറിച്ചല്ല, 92 വയസ്സുവരെ പ്രായമുള്ള വൃദ്ധരായ ആളുകൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു VBSനെ കുറിച്ചാണ്. ഇത് നടന്നത് കോട്ടയം ജില്ലയിൽ കാനത്തുള്ള CSI പള്ളിയിലാണ്. ഏപ്രിൽ മാസം 8 മുതൽ അവിടെ നടന്ന VBS വളരെ വ്യത്യസ്തവും ശ്രദ്ധേയവുമായിരുന്നു. ആ VBSന്റെ ചില ദൃശ്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കാണുക. എൻ്റെ ബാല്യകാലത്ത്, അതായത് 10 വയസ്സൊക്കെയുള്ള പ്രായത്തിൽ ഞാൻ ആദ്യമായി ഒരു VBSൽ പങ്കെടുക്കുന്നത് ഷൊർണൂരിലുള്ള CSI പള്ളിയിൽ നടന്ന VBSലാണ്. ആ VBSൽ പഠിച്ച പാട്ടുകളും അന്ന് പഠിച്ച ചില കഥകളുമൊക്കെ ഇന്നും സജീവമായി എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ VBSകളുടെ സ്വാധീനം എത്രമാത്രം വലുതാണ് എന്ന് പറയുവാൻ വേണ്ടി ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഇവിടെ പറയുന്ന കാനം CSI പള്ളിയിൽ നടന്ന VBS വ്യത്യസ്തമാകുന്നത് 35 വയസ്സ് മുതൽ 92 വയസ്സ് വരെയുള്ള പ്രായമായവർക്ക് വേണ്ടി നടത്തിയ VBS ആണത്. വിന്റേജ് വൈബ്സ് എന്ന പേര് കൊടുത്ത് നടത്തിയ ഈ VBSന് ചുമതല വഹിച്ചത് ഇടവക വികാരിയായ റവറൻഡ് ദാസ് ജോർജ് ആണ്. ഇങ്ങനെ ഒരു ആശയം ഉണ്ടാകാൻ കാരണം നേരത്തെ തൊട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ ദിനങ്ങളിലൊക്കെ ഞങ്ങളുടെ യുവന പ്രസ്ഥാനത്തിന്റെ സുശാന്ത് എന്നോട് ഇങ്ങനെ ഒരു ആശയത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്റെ മറഞ്ഞിരുന്ന ഒരു ആശയത്തിന് ഉണർവുണ്ടായി. ഞങ്ങൾ അത് നടപ്പാക്കാനുള്ള ശ്രമം നടത്തി. അത് അങ്ങനെ ഈ ഏപ്രിൽ മാസം 8, 9, 10 തീയതികളിൽ ഞങ്ങളുടെ 3 ദിവസത്തെ പ്രോഗ്രാം നടത്തുകയായിരുന്നു. ഒരു പക്ഷെങ്കിൽ ഈ പ്രോഗ്രാം നടത്തുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വന്ന 2-3 വിഷയങ്ങൾ ഇതാണ്. ഒന്ന്, ഈ 35 വയസ്സിനും 92 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ് ഈ VBSൽ പങ്കെടുക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു VBS നടത്തുമ്പോൾ നമ്മുടെ നേരത്തെ ഒക്കെ സീനിയർ സിറ്റിസൺഷിപ്പ് ഒക്കെ പറഞ്ഞുള്ള സംഘടനകളുണ്ട് പ്രായമുള്ളവർക്ക് വേണ്ടി. അവർക്ക് വരുവാനൊരു മടിയുണ്ട്. സാധാരണ 60 വയസ്സിന് മുകളിലുള്ളവരാണല്ലോ അതിൽ വരുന്നത്. പക്ഷെങ്കിൽ ഈ 35 വയസ്സിനും 92 വയസ്സിനും ഇടയിലുള്ള ആളുകൾ വരിക എന്ന് പറഞ്ഞാൽ ഈ വ്യത്യസ്തമായിട്ടുള്ള പ്രായത്തിലുള്ളവരെ ഒന്നിപ്പിക്കുന്ന ഒരു വേദിയായിട്ട് അത് തീർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമത്തെ ഘടകം, ഇവരെ പഠിപ്പിച്ചത് 30 വയസ്സിന് താഴെയുള്ള ടീച്ചേഴ്സ് ആയിരുന്നു. അതൊരു വല്ലാത്ത ഒരു അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും അവർക്ക് ഇവരെ പഠിപ്പിക്കാൻ ലഭിച്ച ഒരു അവസരമായിട്ട് അവർക്കും ഒരു സന്തോഷമായിരുന്നു. മൂന്നാമത്തെ കാര്യം, അത് നമ്മുടെ ഒരു ജനറേഷൻ ഗ്യാപ്പ്, അതായത് പ്രായത്തിന്റെ പരിമിതികൾ ഒന്നിനും ഒരു തടസ്സമല്ല എന്നുള്ള രീതിയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഈ VBSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഞങ്ങളൊരു 3 ദിവസത്തെ തീം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീം 2-ാമത്തെ ദിവസത്തിലായിരുന്നു. ആ തീം എന്ന് പറയുന്നത് തൊഴിലിടങ്ങളിൽ യേശു എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ നിത്യോപക സാധനങ്ങളൊക്കെ അതുണ്ടാക്കി അത് നമുക്ക് പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. എന്ത് സുന്ദരമായ അവസരങ്ങളായിരുന്നു. അവരുടെ ക്രിയേറ്റിവിറ്റി കൃത്യതയോട് കാണിക്കാനുള്ള ഒരു അവസരം അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായി എന്താണ് ഈ VBS ഇങ്ങനെ നടത്തുവാനുണ്ടായ സാഹചര്യം എന്താണ്, അതിന്റെ താല്പര്യം എന്താണ്, എന്തിനു വേണ്ടിയാണ് അത് നടത്തിയത്, അതുകൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കാലഘട്ടം വീടുകളിൽ പ്രായമായവർ ഒറ്റപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അവരെ അന്വേഷിക്കുവാൻ അധികം ആരുമില്ല. മക്കൾ പലരും വിദേശത്താണ്. അല്ലെങ്കിൽ അവരുടെ കൂടെ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന ധാരാളം മാതാപിതാക്കൾ നമ്മുടെയൊക്കെ സഭകളിലുണ്ട്.
ഇങ്ങനെയുള്ളവർക്ക് ഒത്തുകൂടുവാനും പാട്ടുകൾ പാടുവാനും പഴയകാല ഓർമ്മകൾ അയവിറക്കുവാനും അതോടൊപ്പം അല്പം ദൈവവചന ചിന്തകളൊക്കെ പങ്കിടുവാനും ലഭിക്കുന്ന മനോഹരമായ ഒരു അവസരമായി ഇതിനെ മാറ്റിയെടുക്കുവാൻ സാധിക്കും. സഭകൾ ഉത്തരവാദിത്വത്തോടുകൂടെ ഇങ്ങനെ ഒരു VBS സംഘടിപ്പിച്ചാൽ അത് ഈ പ്രായമായി വീടുകളിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ധാരാളം ആളുകൾക്ക് വലിയൊരു ആശ്വാസമാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാനം CSI പള്ളിയിൽ റവറൻഡ് ദാസ് ജോർജിന്റെ നേതൃത്വത്തിൽ നടന്ന VBSൽ 35 വയസ്സിനും 92 വയസ്സിനും ഇടയിലുള്ള 80ഓളം ആളുകളാണ് ആവേശത്തോടുകൂടെ VBSൽ പങ്കെടുത്തത്. ഇവരെ പഠിപ്പിക്കുവാനായി അധ്യാപകരായി വന്നത് എല്ലാവരും 30 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരാണ്. അപ്പൊ പ്രായവ്യത്യാസമില്ലാതെ ഒരു പള്ളിയിലെ അല്ലെങ്കിൽ ഒരു സഭയിലെ അല്ലെങ്കിൽ സമീപത്തുള്ള ചില സഭകളിലെ ആളുകൾക്ക് ഒന്നിച്ചൊരു കൂട്ടായ്മയുടെ അനുഭവം നൽകുന്ന മനോഹരമായ ദിവസങ്ങളായിരുന്നു ഈ VBS കാലം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാനത്തെ CSI സഭയും റവറൻഡ് ദാസ് ജോർജും ചേർന്ന് ക്രൈസ്തവ കൈരളിക്ക് ഒരു മാതൃക കാണിച്ചിരിക്കുന്നു. ഇത് മറ്റ് സഭകൾക്കും അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പ്രായമായവരെ ചേർത്ത് പിടിക്കുവാൻ സഭകൾക്ക് ലഭിക്കുന്ന അപൂർവമായ ഒരു അവസരമാണിത്. എല്ലാ സഭകളിലും അല്ലെങ്കിൽ പല സഭകൾ ഒന്നിച്ചു ചേർന്ന് ഇങ്ങനെയുള്ള VBSകൾ, പ്രായമായവർക്ക് വേണ്ടിയുള്ള VBSകൾ സംഘടിപ്പിക്കുവാൻ അവസരം കണ്ടെത്തണം എന്ന അഭ്യർത്ഥനയോടുകൂടെ ദാസ് ജോർജ് അച്ഛന്റെ വാക്കുകളിലേക്കും ഒപ്പം ആ VBSന്റെ ദൃശ്യങ്ങളിലേക്കും നമുക്ക് പോകാം. ഈ VBSലൊക്കെ സാധാരണയായിട്ട് മുതിർന്ന ടീച്ചേഴ്സ് ഒക്കെ ആടാനും പാടാനും ഒക്കെ താല്പര്യമുള്ളവരായിരുന്നു. പക്ഷെങ്കിൽ അത് അവർക്ക് അവിടെ കൊണ്ട് അവസാനിക്കുന്നതായിരുന്നു. പക്ഷെ ഈ 3 ദിവസത്തെ ഞങ്ങളുടെ ഈ വിന്റേജ് വൈബ്സ് എന്ന് പറയുന്ന VBS എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ ഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ കണ്ടന്റ്സ് വ്യത്യസ്തമായിരുന്നു. ഇത് അവർക്ക് ലഭിച്ചപ്പോൾ ഈ 3 ദിവസവും അവർക്കും പാട്ടുകളിലൂടെയും കഥകളിലൂടെയും സ്കിറ്റുകളിലൂടെയും വിവിധ കളികളിലൂടെ ഒക്കെ അത് പ്രദർശിപ്പിക്കാനും കുറച്ചുകൂടെ സന്തോഷകരമായ അനുഭവങ്ങൾ പങ്കിടുവാനുള്ള ഒരു അവസരം ഇതിലൂടെ ലഭിച്ചു. എല്ലാവരുടെയും ഒരുമിച്ചുള്ള കൂടിവരവ് ഇതിന് ഏറ്റവും സന്തോഷകരമായി. പിന്നീട് ഇത് ഒരു വിശാലമായാണ് പാരിഷ് ഹോളിൽ വെച്ച് നടന്നത്. അതുകൊണ്ട് ഇവർക്കെല്ലാം വളരെ ഫ്രീ ആയിട്ട് അതിൽ ഇടപെടുവാനും കളികളിലൊക്കെ പങ്കുചേരുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ലഭിച്ചു എന്നുള്ളതും മറ്റൊരു സന്തോഷമാണ്. തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉണർവിന്റെ അവസരമായി. 80ലധികം ആളുകൾ ഇതിൽ വന്ന് പങ്കെടുത്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് നല്ലൊരു അവസരമായിട്ട് കരുതുകയാണ്. ഇത് വരും കാലങ്ങളിലും മറ്റു ഭാഗങ്ങളിലേക്ക്, മറ്റ് സഭയുടെ വിവിധ മേഖലകളിലേക്ക് പോവുകയാണെങ്കിൽ ഇത് നമ്മുടെ പഴയതും പുതിയതുമായിട്ടുള്ള അല്ലെങ്കിൽ പഴമയുടെയും പുതുമയുടെയും അനുഭവങ്ങൾ നമുക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു ഇടമായിട്ട് തീരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇത് ഏറ്റവും അനുഗ്രഹമായ ഒരു ശുശ്രൂഷയാണ് എന്നിവിടെ ഞാൻ കരുതാൻ ആഗ്രഹിക്കുന്നു. വളരെ ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വോളണ്ടിയേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചവരൊക്കെ ഉണ്ട്. അതെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഭയങ്കര സഭ മുഴുവൻ ഇതിന്റെ ഇൻവോൾവ്ഡ് ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഞങ്ങളുടെ ഭക്ഷണം തന്നെ വ്യത്യാസമായിരുന്നു. ഞങ്ങള് ഓരോ ദിവസവും പുഴുക്കുകള്, കഞ്ഞി, പയറ്, പഴയകാലത്തെ ഓർമ്മകൾ സ്മരിക്കുന്നതിന് വേണ്ടി പിടിയരി ഞങ്ങൾ ഇട്ടു. ഒരു ദിവസം പിടിയരി ലേലം ഉണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ ഓർമ്മകളുടെ പുതുക്കൽ കൂടിയായിരുന്നു ഈ വിന്റേജ് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം. തുടർന്നും എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ദൈവം ഇങ്ങനെയുള്ള പരിപാടികളിലൂടെ, പുതുമയിലൂടെ നമ്മുടെ സഭയുടെ ആത്മീയ വളർച്ച ഉണ്ടാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.